നെന്മാറ ചക്കാന്തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കൽ മഹോത്സവം ഫെബ്രുവരി 20-21 തീയതികളിൽ ആഘോഷിക്കും. ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ക്ഷേത്രം തന്ത്രി ഗുരുവായൂരപ്പൻ സ്വാമി നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. രാമചന്ദ്രമേനോൻ നോട്ടീസ് ഏറ്റുവാങ്ങി. ഈ ക്ഷേത്രം ഞാൻ വന്ന് ഇവിടെ പൂജ ഏറ്റവും മുതൽ തന്നെ താന്ത്രിക കർമ്മങ്ങളൊക്കെ ഏറ്റവും മുതൽ തന്നെ ഇവിടെ എല്ലാ ഭക്തജനങ്ങളും, അതായത് ദേശക്കാരായാലും ശരി, ഇതോടനുബന്ധിച്ച് എല്ലാവരും ഇവിടെ വന്ന് സന്നിഹിതരായിട്ട് ഈ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതാണ്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നാണ് പറയുക. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിന് നമ്മുടെ ശരീരത്തിനെ എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ട് പോകുന്നോ അതേമാതിരി തന്നെ ക്ഷേത്രത്തിനെ നമ്മൾ അതിനനുസരിച്ച് എല്ലാവിധ അതിന് വേണ്ടതായിട്ട് എല്ലാ ഇതോടും കൂടി കൊണ്ടുപോകണം. അതാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നിത്യം നൈമിത്തികം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒരു ക്ഷേത്രം കെട്ടിപ്പൊക്കി നമ്മൾ അതിനെ പരിപാലിച്ചു കൊണ്ടുവന്നാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിത്യം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലെ നിത്യപൂജകൾ നിവേദ്യങ്ങളെല്ലാം മുടങ്ങാതെ നമുക്ക് നടത്തിക്കൊണ്ടുവന്നാണ് ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞാൽ നൈമിത്തികം, അതായത് ഒരു ക്ഷേത്രം അതിന് ഐശ്വര്യങ്ങളും എല്ലാ അഭിവൃദ്ധികളും വരണമെങ്കിൽ ഉത്സവങ്ങൾ, അന്നദാനം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടുപോകണം. നെന്മാറ ദേശം വേല കമ്മിറ്റി പ്രസിഡന്റ് രാജഗോപാലൻ നായർ, സെക്രട്ടറി പ്രശാന്ത്, ഖജാൻജി CS ഗോപകുമാർ, പൊങ്കൽ ഉത്സവ കമ്മിറ്റി രക്ഷാധികാരികളായ വിശ്വനാഥൻ മംഗളം, രാജേഷ്, മറ്റു ഭാരവാഹികൾ, ദേശവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കാലങ്ങളായി നടത്തി വരാറുള്ള ഇവിടുത്തെ പൊങ്കൽ, കുംഭാഭിഷേകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉത്സവങ്ങൾക്കും നെന്മാറ ദേശവും ഈ ദേശത്തുള്ള എല്ലാ ദേശത്തെ നാട്ടുകാരും ഒത്തൊരുമയോടുകൂടെ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പേച്ചിയമ്മ ക്ഷേത്രമായാലും മാരിയമ്മ ക്ഷേത്രമായാലും എല്ലാം കൊണ്ടും നമ്മുടെ ദേശക്കാരെല്ലാവരും ഒത്തൊരുമയോടെ ഇവിടുത്തെ എല്ലാ ഉത്സവങ്ങളും ഗംഭീരമാക്കുന്നതിന് ഇവിടെ എത്തിച്ചേരാറുണ്ട്. വർഷങ്ങളായി നെന്മാറ ദേശത്തിൻ്റെ ഒരു ഭാഗം നിലയ്ക്ക് ഇവിടുത്തെ പൊങ്കലിൽ ദേശക്കാരും മറ്റെല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഇത് വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യാറുണ്ട്. ഫെബ്രുവരി 13 വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ കൂറയിടുന്നതോടുകൂടിയാണ് പൊങ്കൽ മഹോത്സവ ചടങ്ങുകൾ തുടങ്ങുക. ഉത്സവ നാളുകളിൽ പാൽക്കുടം എഴുന്നള്ളിപ്പ്, അന്നദാനം, കുംഭക്കളി, പൂമതി, മാവിളക്ക് പൂജ, പൊങ്കൽ വെപ്പ്, മഞ്ഞൾ നീരാട്ട് തുടങ്ങി ഭക്തി നിർഭരമായ ചടങ്ങുകൾ ഉണ്ടാകും. നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിലാകും ആഘോഷ പരിപാടികൾ. UTV ന്യൂസ്, പാലക്കാട്.